അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സഫീർ. ഞാൻ വരുന്നത് ടെക്സാ ടെക്നോളജീസ് നിന്നാണ്. ഈ ബോർഡ് ഇതിന് മുന്നേ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? ടീച്ചേഴ്സ് ആരും യൂസ് ചെയ്തിട്ടില്ല. ഇത് 75 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ തന്നതാണ്. 75 ഇഞ്ച് ബോർഡാണിത്. ഇതിൽ 8x120 മെമ്മറി വരുന്നത്. മാക്സിമം നിങ്ങൾ എന്തെങ്കിലും കാര്യം പിക്ചേഴ്സോ കാര്യങ്ങൾ ഇതിൽ സേവ് ചെയ്യാതെ കൂടുതലും പെൻ ഡ്രൈവോ അതല്ലെങ്കിൽ ക്ലൗഡിലേക്കോ സേവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം മെമ്മറി കൂടുതൽ ആകുന്നതിനനുസരിച്ച് ഹാങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് വൈറ്റ് ബോർഡ് ആപ്ലിക്കേഷനാണ് ഇതിൽ വരേണ്ടത്. ഇതിൻ്റെ കൂടെ വരുന്ന പെന്നാണ് സ്റ്റൈലസ് പെൻ എന്നാണ് ഇതിൻ്റെ പേര്. 2 അടിച്ചാണ്, ഒന്ന് തിക്നെസ് ഉള്ളതും തിന്നായിട്ടുള്ളതും. ഫസ്റ്റ് നിങ്ങൾക്ക് സെറ്റിങ്സ് പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെറ്റ് ചെയ്യാം. വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. പക്ഷെ കൂടുതലും നമ്മൾ പറയുന്നത് ഈ ഒരു 3 കളർ, പേസ്റ്റ് ലൈറ്റിലെ 3 കളർ യൂസ് ചെയ്യാനാണ്. കാരണം കണ്ണിന് സ്ട്രെയിൻ ചെയ്യാതിരിക്കാൻ. ഇതിൽ തന്നെ ഗ്രിഡ് ഉണ്ട്, 2 ലൈൻ ഉണ്ട്, 4 ലൈൻ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിൽ അത് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ഇവിടെ ഫയൽ മാനേജറിൽ സേവ് ചെയ്ത പിക്ചേഴ്സ് എന്താക്കുക ബോർഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പെന്നിൽ 5 മോഡൽ പെന്നുകളുണ്ട്. ഒന്ന് സാധാ നോർമൽ പെന്നാണ്. ഇത് തന്നെ നിങ്ങൾ തിക്നെസ് എന്താക്കുക ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പെന്ന് വെച്ചാൽ ചെസിൽ മാർക്കർ, കാലിഗ്രാഫി റൈറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മെയിൻലി അറബിക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അല്ല, എഡ്ജ് വരുന്നുണ്ടല്ലേ, ചെസിൽ മാർക്കറിൻ്റെ ആ ഒരു ഉപയോഗമാണ് ഇത് വരുന്നത്. പിന്നെ മൂന്നാമത് നമ്മളെ ഹീറോ പെന്ന് പോലുള്ള റൈറ്റിങ് വേണ്ടിയിട്ട്. 4ാമത്തെ പെന്നാണ് ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എഴുതുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ടെസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യും നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ ഒരു പാരഗ്രാഫ് എഴുതി പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് എന്താവും, എവിടെയാണോ നിങ്ങൾ പെന്ന് എടുക്കുന്നത് ആ സമയത്ത് അത് ഓട്ടോമാറ്റിക്കിലേക്ക് വരും. പിന്നെ അടുത്തൊരു 5ാമത്തെ പെന്ന് ഷേപ്പാണ്. ഇത് മെയിൻലി മാത്സിനാണ് ഇത് ഉപയോഗപ്പെടുക. എന്തെങ്കിലും റൗണ്ട് വരയ്ക്കാൻ അറിയാത്ത ആളുകൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കണം. ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് റൈറ്റിംഗ് വേണ്ടത്, ഏത് സൈഡിലാണ് ഷേപ്പ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഫ്രണ്ട് സൈഡ് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം എഴുതാനാണെങ്കിൽ ബാക്ക് സൈഡിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. ഇനി കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൾട്ടി കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല അഡീഷണൽ കളർ വേണമെങ്കിലും ഇത്രയും കളേഴ്സ് ഇതിലുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഏതാണോ കളർ വേണ്ടത്. ഇതിൽ കുറച്ച് ഷേപ്പുകൾ കൊടുത്തിട്ടുണ്ട്. 3D ഷേപ്പുകളുണ്ട്, 2D ഷേപ്പുകളുണ്ട്. മാത്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്താൽ മതി, ഫില്ല് ചെയ്യുക. ടോട്ടൽ ലൈന് വേണമെങ്കിൽ, പിന്നെ ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര വേണോ റോ വേണ്ടത്, എത്രയാണോ കോളം വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതെടുത്തത് പ്ലസ് ടൂൾസ് എന്നാണ് ഇതിൽ പറയുക. അതിൽ സെക്കൻഡ് 1 ഇവിടെ സെറ്റ് ചെയ്യാം. എന്നതിന് ശേഷം മൂന്നാമത്തത് എപ്പോഴും നോക്കേണ്ടി സെലക്ട് ചെയ്യാനുള്ള ബട്ടനാണ്. എന്തെങ്കിലും ഒരു കാര്യം സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ പോവുക. ഇതിൽ കോളം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുക. കോളം റൈറ്റ് ഉണ്ട്, കോളം ലെഫ്റ്റ് ഉണ്ട്, ഉണ്ടോ? അത് ഈ കോളത്തിൻ്റെ റൈറ്റും ലെഫ്റ്റും. ഇനിയിപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. എവിടെയാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ വേണ്ടേക്ക് റൈറ്റ് ഒരു കോളം ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് ഇതിൽ തന്നെ എഴുതുന്നതിനനുസരിച്ച് ഇത് ഓട്ടോ അഡ്ജസ്റ്റ് ആവും. ടോപ്പിലാണോ ബോട്ടാണോ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോളം ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ മാത്സിൻ്റെ പ്രൊട്ടക്റ്റർ കാര്യങ്ങൾ. ഈ 3 രീതിയിൽ നിങ്ങൾക്ക് എന്താ ടൈപ്പ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൂടാതെ മാത്സിനുള്ളതാണ്. ഇവിടെ സെൻറ്റിമീറ്റർ ആണ്, താഴെ മേലെ കാണിക്കുന്നത് ഇഞ്ചസ് ആണ്. ഇതും എവിടെയും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഫ്ലോ ചാർട്ടിലുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലും ആഡ് ചെയ്യാൻ തന്നെ സെലക്ട് ചെയ്താൽ മതി. എവിടെയാണോ ആഡ് ചെയ്യേണ്ടത്, താഴെയാണ് താഴെ, മേലാണെങ്കിൽ ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിലും. WPS നിങ്ങൾ PPT എന്തെങ്കിലും വർക്ക് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ, ക്ലാസ് എടുക്കുന്ന സമയത്ത് ബോർഡിൻ്റെ കൂടെ WPS വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. W എന്ന് പറഞ്ഞുണ്ടോ, സെക്കൻഡ് ലൈനിൽ ഫസ്റ്റ്. ഒരു വീഡിയോസ് ബോർഡിലേക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വീഡിയോസ് വേണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫയൽ മാനേജറിൽ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടികൾ ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ക്രോമിൽ ഗൂഗിളിലേക്ക് പോവുക, ഡയറക്റ്റ് പോവുക.
ഇത് അഗെയിൻ ഓപ്പൺ ചെയ്യണം. ഈ പേജ് തന്നെ ഒന്നും കൂടി ഓപ്പൺ ചെയ്താലാണ് ക്ലാരിറ്റി ഉള്ള പിക്ചേഴ്സ് കിട്ടുക. ആ പിക്ചർ തന്നെ നോക്കിയാൽ ചെറിയ ബ്ലഡ് ആയിട്ടുള്ള പിക്ചറാണ് കിട്ടുക. നിങ്ങൾക്ക് ഇതേപോലെ ഏത് പിക്ചറാണോ എന്താണോ വേണ്ടത് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ പേജ് തന്നെ ഒന്നും കൂടി ഓപ്പൺ ചെയ്യുക. ആ പിക്ചർ സെലക്ട് ചെയ്തിട്ട് അതിലൊരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നതിന് ശേഷം ഇവിടെ സെലക്ട് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഒരു വോട്ടിങ്ങിൻ്റെ ഒരു ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. ഇത് വോട്ടിങ് മാത്രമല്ല, എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ PSC ബന്ധപ്പെട്ട് ആൻസേഴ്സ് ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം ഇവിടെ എന്തെങ്കിലും ഒരു ചോദ്യം ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താക്കാം, ഓപ്ഷൻസ് കൊടുക്കാം. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് വരും, കൂടാതെ ആൻസേഴ്സും വരും. പിന്നെ ടൈമർ, എക്സാമോ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഒന്നും കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതാണ് റൺ ചെയ്തോളും. ഇതിവിടെ നിങ്ങൾക്ക് എന്താക്കാം, സെറ്റ് ചെയ്യുക എത്രയാണ് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ 1 hour ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ 1 hour കൊടുക്കാം. 10 മിനിറ്റ് വേണമെങ്കിൽ 10 മിനിറ്റ്, സെക്കൻഡ് ആണെങ്കിൽ എത്ര വേണ്ടത് സെറ്റ് ചെയ്യാം. എന്നിട്ട് അലാറത്തിൻ്റെ ബട്ടൺ ഓൺ ആക്കിയിട്ട് പ്രസ് ചെയ്താൽ മതി. നിങ്ങളെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു പിക്ചേഴ്സ്, ഫോണിലുള്ള ഏതെങ്കിലും ഒരു പിക്ചർ പെട്ടെന്ന് ബോർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യണം, കാണിക്കണം, അതിലുള്ള ഓപ്ഷനാണ്. ഇതിന് വൈഫൈ നിർബന്ധമാണ്. ഈ എസ് പോലെ കണ്ടില്ലേ ലാസ്റ്റ് ലൈനിൽ ഫസ്റ്റ്, അപ്പോൾ ഇവിടെ ഒരു QR കോഡ് വരും. ഈ QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതിൽ ഓപ്ഷൻ ഉണ്ടാവും പ്ലസ്, ഡയറക്റ്റ് നിങ്ങളെ ഗാലറിയിലേക്കാണ് പോവുക. ആ ഗാലറിയിലുള്ള ഫോട്ടോസ് സെൻഡ് ചെയ്താൽ സാർ ഒന്ന് ചെയ്ത് നോക്കിയാൽ ആരെങ്കിലും ഫോണിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് അവിടെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇതാ